നമസ്കാരം. നമ്മുടെ രാജ്യത്തുള്ള ഓരോ മനുഷ്യനും ചിന്തിക്കാനും ചിന്തിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവ് വരുമ്പോഴേ ഒരു രാജ്യം യഥാർത്ഥത്തിൽ നന്നാവുകയുള്ളൂ, വാസ്തവികമായ ഒരു ഡെവലപ്മെൻറ്റിൽ എത്തിച്ചേരുകയുള്ളൂ. ഇന്നും സാമൂഹിക അടിസ്ഥാനത്തിൽ സമാധാനപരമായ അന്തരീക്ഷത്തിൽ നമ്മുടെ ഭാരതം 123ാമത്തെ സ്ഥാനത്താണ്. കാശ്മീരും നോർത്ത് ഈസ്റ്റുമൊക്കെ ഒരു പ്രോബ്ലമാണ്. എന്നാലും ഇത്രയും ജനാധിപത്യത്തിലുള്ള നമ്മുടെ തമിഴ്നാട്ടിലുള്ള സ്ഥിതികൾ കണ്ടില്ലേ? ഷോർട്ടായിട്ട് പറയാം, വിജയ് ഇത്രയും മെജോറിറ്റിയിൽ വരാനുള്ള ഒരു വഴി തെളിയിച്ചു കൊടുത്തത് BJP ആണ്. അണ്ണാമലയ്ക്ക് വേണ്ട പരിഗണന നൽകിയില്ല. അതും പോയിട്ട് ലാസ്റ്റ് 4-5 വർഷമായിട്ട് ഈ തമിഴ്നാട്ടിലുള്ള കറപ്ഷനെ, മോശമായ അന്തരീക്ഷത്തിനെ വെളിയിൽ കൊണ്ടുവന്നത് അണ്ണാമലയാണ്. വിജയ്ക്ക് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റില്ല. അതിൽ നിന്നും അണ്ണാമലയുടെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും, അണ്ണാമലയുടെ വീഡിയോ പ്രസൻറ്റേഷനിൽ നിന്നും വിജയ് ഒരുപാട് പഠിച്ചു. അയാളുടെ പോപ്പുലാരിറ്റി വെച്ച് അങ്ങേർ CM ആയി. എന്തു തന്നെ പറഞ്ഞാലും അണ്ണാമലയുടെ ഒരു ലെവലിൽ നിന്നും വിജയ് വരാൻ പോകുന്നില്ല. വിജയ് നല്ലവനാണ്, ഇരിക്കട്ടെ. ഒരുപാട് അയാൾക്ക് കിട്ടിയ കാശിൽ നിന്നും കുറേ സോഷ്യൽ വർക്ക്, സാമൂഹിക സേവനം ചെയ്തു. സിനിമയിൽ അയാൾക്ക് നല്ല ഡയറക്ടറും നല്ല കഥയുമൊക്കെ എഴുതി കൊടുത്ത് നല്ല രീതിയിൽ സംഭാഷണങ്ങൾ ചെയ്ത് യുവതലമുറയുടെ മനസ്സ് കീഴടക്കി. ഇന്ത്യയിൽ ബാക്കി ഒരു സ്റ്റേറ്റിലും ഇങ്ങനെ സാധിക്കില്ല. നല്ല ഒരു ഇന്നർ ഫീലിംഗ് ഉള്ള മനുഷ്യനാണ്. പക്ഷേ അതിലുള്ള വാളണ്ടിയറിൽ, TVKയുടെ കൂടെയുള്ള വാളണ്ടിയറിൽ നല്ല ഒരു വിഭാഗം നലം നോക്കി, സ്വന്തം ആവശ്യം നോക്കി പോകുന്നവരാണ്. അവരുടെ ഒരു രീതികൾ പോലും ശരിയില്ല. യഥാർത്ഥമായ വിദ്യാഭ്യാസങ്ങളില്ല. ഒരു ജാട, ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയോ പോകുന്നു. പക്ഷേ അണ്ണാമല അങ്ങനെയല്ല. നാളെ തമിഴ്നാട്ടിൽ വരാൻ പോകുന്ന സാധ്യത, ഇന്നിപ്പോൾ എല്ലാവരും സെൽഫിഷാണ്. നോക്കൂ, നമ്മൾ എന്ത് വിചാരിച്ചു? തിരുമാളവൻ, മുസ്ലിം ലീഗ്, ADMKയുള്ള കുറച്ച് പേർ, കോൺഗ്രസ്, വാസൻ, കുഷ്പു, വിജയധരണി, എല്ലാം ഇവരൊക്കെ TVKയുടെ കൂടെ പോകാൻ പോവുകയാണ്. നോക്കൂ, ഇവരൊക്കെ രാഷ്ട്രസ്നേഹമാണോ? ഇവർക്ക് എന്തെങ്കിലും നമ്മുടെ സംസ്ഥാനത്തോടോ രാജ്യത്തോടോ ഒരു % സ്നേഹമുണ്ടോ? ഇനി ഈ ADMK എന്ന് പറയുന്ന കപ്പലും DMK എന്ന് പറയുന്ന കപ്പലും ഫുള്ളൊന്നും ആകത്തില്ല. കുറച്ച് കാലം കൂടെ ഇങ്ങനെ നിൽക്കും. കാരണം 30 വയസ്സിന് താഴെയുള്ള, 35 വയസ്സിന് താഴെയുള്ള യുവതലമുറ തീർച്ചയായിട്ടും വിജയയുടെ കൂടെയും അണ്ണാമലയുടെ കൂടെയുമേ നിൽക്കൂ. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൽ ഓപ്പോസിഷൻ വേണം. വരും കാലം അണ്ണാമല ഒരു 10-15 വർഷം കൂടി ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ വരുന്ന കാലത്തിൽ തമിഴ്നാട്ടിൽ ഒരു ഓപ്പോസിഷൻ ലീഡർ അണ്ണാമലയാകും. അദ്ദേഹത്തിനെ BJP അമിത്ഷാ വല്ലതും കരുവാക്കാതെ അങ്ങേരെ കൂടെ ചതി കാണിക്കുകയാണെങ്കിൽ അത് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ജനാധിപത്യം അങ്ങനെയുള്ള കണ്ടീഷനിലാണ്. എന്നാൽ പോലും അങ്ങനെ ചെയ്യത്തില്ല. അണ്ണാമലയ്ക്ക് ഭഗവാൻ ഒരു 15 വർഷം ആരോഗ്യം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ അസംബ്ലിക്കകത്ത് അങ്ങേർ കടക്കും. വിജയ്ക്ക് ആപ്പോസിഷൻ അണ്ണാമലയായിരിക്കും. കാരണം ജനാധിപത്യത്തിൽ ആപ്പോസിഷൻ വേണം. ബാക്കിയുള്ള പാർട്ടികളൊക്കെ ഏകദേശം പോകും. മതി, 2 പേര് മതി. പിന്നെ ബാക്കിയുള്ള DMK, ADMK ഒക്കെ ഒന്ന് ചേർന്ന് എല്ലാം ഒരു ഇതായിട്ട് നിൽക്കും. പക്ഷേ അണ്ണാമലയും വിജയും കൂടി 2 ചെറുപ്പക്കാർ തമ്മിൽ ആത്മാർത്ഥമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു ഫ്യൂച്ചർ വന്നാൽ ജനാധിപത്യം ഒരുപാട് വളരും. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം നമ്മൾ ഈ ഭാരതദേശത്തിൻ്റെ, തമിഴ്നാട്ടിൻ്റെ ഒരു കോണയിൽ ഇരുന്നാലും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ, നമ്മുടെ സംസ്ഥാനത്ത് നടന്ന സ്ഥിതിവിശേഷങ്ങൾ, ഇതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇന്ന് ഹൈജീൻ ലെവലിലൊക്കെ, പഞ്ചായത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം ലൂപ്പ് ഹോള്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലൊക്കെ വെറും 0. ഒരു പെർസെൻറ്റേജ് മാർക്ക് പോലും കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ എന്തു നടക്കുന്നു, എന്ത് ചെയ്യുന്നു, ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു അഡ്മിനിസ്ട്രേഷനാണ്. ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ എല്ലാ തരത്തിലും വിദ്യാഭ്യാസമുള്ള, രാജ്യസ്നേഹമുള്ള, ജനസ്നേഹമുള്ള, ഹെൽത്തിനെ പറ്റി, വിദ്യാഭ്യാസത്തിനെ പറ്റി, എൻവയർമെൻറ്റിനെ പറ്റി എല്ലാം ചിന്തിക്കാൻ കഴിവുള്ള ജനറലിസ്റ്റും സ്പെഷ്യലിസ്റ്റും യോഗ്യത ഉള്ളവർ ഓരോ തരത്തിൽ നിന്നും വരണം. പഞ്ചായത്ത് കൗൺസിലർ, കുഗ്രാമത്തിലുള്ള പഞ്ചായത്ത് കൗൺസിലർ അല്ലെങ്കിൽ മെമ്പറിൽ നിന്നും പ്രധാനമന്ത്രി വരെ, എങ്കിലേ വാസ്തവമായ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ.
അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് കുറച്ച് പേർ നല്ല സ്റ്റാൻഡേർഡായി ജീവിക്കും, കുറച്ച് പേർ കഷ്ടപ്പെടും, കുറച്ച് പേർ ഒരുപാട് കഷ്ടപ്പെടും. പഴയ ഫിലോസഫർ പറഞ്ഞതുപോലെ ലോകത്തുള്ള ഏറ്റവും നല്ല ഫിലോസഫി ജനാധിപത്യമാണ്. പക്ഷേ ജനാധിപത്യത്തിലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ ജനാധിപത്യ രാജ്യങ്ങളിൽ ഡെവലപ്മെൻറ്റ് ഉറുമ്പിൻ്റെ സ്പീഡിലേ നടക്കത്തുള്ളൂ. കാരണം ഇന്ത്യയിൽ തന്നെ 2250 കൂടുതൽ രജിസ്ട്രേഡായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവർക്ക് തനിത്തനി ആശയമാണ്. ഇതൊക്കെ തമ്മിൽ പൊരുതുമ്പോൾ എന്ത് നടക്കും? ജയ് ഹിന്ദ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയുമേ ഉള്ളൂ. നമസ്കാരം.